കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചു. DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ഗുരുതര ആരോപണം ഉയർത്തിയതിനു ശേഷമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. പണം വാങ്ങിയാണ് പ്രസിഡന്റ് സീറ്റ് നൽകുന്നതെന്നും അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്നും ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു. ആരോപണങ്ങൾ തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും വ്യാജ ആരോപണങ്ങൾക്കെതിരെ KPCCക്ക് പരാതി നൽകുമെന്നും DCC പ്രസിഡന്റ് PK ഫൈസലും പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ 2023 ശേഷം കുറച്ച് ഭാരവാഹികളുടെ ലിസ്റ്റ് കൊടുത്തു. ബൂത്ത്, വാർഡ്, മണ്ഡലം, ബ്ലോക്ക് കമ്മിറ്റിയിലേക്ക് ഒരാളെ പോലും അദ്ദേഹം തന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഭാരവാഹിക്ക് 25,000 രൂപ അല്ല 25,000 രൂപ എങ്കിലും അദ്ദേഹം കാണുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ മനോഗതം എനിക്ക് മനസ്സിലായി. പണം കൊടുത്തിട്ട് ഒരു ഭാരവാഹിത്വവും ഞങ്ങൾക്ക് വേണ്ടാത്തതിനാൽ ഒരു ഭാരവാഹികളെയും ഞങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ചിറ്റാരിക്കാലിലെ 18 സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് 18 സീറ്റും ഒരുമിച്ച് കൊടുത്തു. ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ആ കോർ കമ്മിറ്റിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഏക അംഗങ്ങളാണ്. 18 ഓരോ സ്ഥാനാർത്ഥികളുടെ പേര് മാത്രം വന്നത്, ഒരാളുടെയും പേര് വേറെ വന്നില്ല. അപ്പോൾ 18 സീറ്റുകളും കച്ചവടം ചെയ്താൽ എത്ര പൈസ കിട്ടും എന്ന് ഫൈസലിനോട് ചോദിക്കണം. അതുകൊണ്ട് ഇതുപോലുള്ള DCC പ്രസിഡന്റുമാർ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടെങ്കിൽ പാർട്ടി ഇല്ലാതാകും. കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ M. ലിജുവും കമ്മിറ്റി അംഗങ്ങളും ഒപ്പിട്ട ലിസ്റ്റാണ് കംപ്ലീറ്റ് ഉള്ളത്. ഇതിനൊരു മിനിസുണ്ട്. ഇവൻ വായിക്ക് തോന്നുന്നത് കോതക്ക് പാട്ട് പോലെ അവൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരുത്തന് എന്തും പറയാലോ. ഷഫീഖ് നസ്രുള്ളയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. പ്രചരണം ഇങ്ങനെ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ DCCയുടെ തലപ്പത്ത് ഇത്തരത്തിലുള്ള ഒരു വിമർശനവും പരസ്പരമുള്ള വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ KPCC ഇടപെട്ടിട്ടുണ്ടോ? എന്താണ് ഇരുവരും പറയുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ? സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത് അതിൽ പണം വാങ്ങുന്നു, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മറ്റു ഭാരവാഹിത്വം നൽകുന്നതും പണം വാങ്ങിയാണ് എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് DCC വൈസ് പ്രസിഡന്റ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച ഒരു പഞ്ചായത്ത് തന്നെ പൂർണ്ണമായും ഭരിച്ചിരുന്ന ആളാണ് ജെയിംസ് പന്തമാക്കൽ. ജെയിംസ് പന്തമാക്കലിനെ പിന്നീട് KPCC പ്രസിഡന്റായിരുന്ന K. സുധാകരൻ പ്രസിഡന്റായിരുന്ന സമയത്ത് സംസാരിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് പിന്നീട് DCCയുടെ വൈസ് പ്രസിഡന്റ് ആയത്. ഇത്തവണ പഞ്ചായത്തിൽ 4 പേരെ താൻ നിർദ്ദേശിക്കുന്ന 4 പേർക്ക് പഞ്ചായത്തിൽ മത്സരിക്കാനുള്ള അവസരം നൽകണം എന്ന് ജെയിംസ് പന്തമാക്കൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 4 പേർക്കും മത്സരിക്കാനുള്ള അവസരം നൽകിയില്ല എന്നതാണ് പ്രധാനമായി ഇത്തരം ഒരു വിവാദത്തിന് കാരണമാവുന്നത്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് PK ഫൈസൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് പണം വാങ്ങിയാണ് എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉന്നയിക്കുന്നത്. ഈ തന്റെ പഞ്ചായത്തിൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചത് ഇങ്ങനെ പണം വാങ്ങിയാണ് എന്നും ഓരോ പഞ്ചായത്തിലും വാർഡ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പണം വാങ്ങിയാണ്, അങ്ങനെ പണം വാങ്ങിയ എത്ര രൂപയുണ്ട് എന്ന കാര്യം PK ഫൈസലാണ് വെളിപ്പെടുത്തേണ്ടത് എന്നതടക്കമുള്ള ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഫൈസലിന് ഒരു ചെക്ക് വണ്ടി ചെക്ക് കേസ് ഉണ്ടായിരുന്നു. അത് ഒതുക്കി തീർത്ത് തന്റെ പഞ്ചായത്തിൽ നിന്ന് നേതാക്കളിൽ നിന്ന് പണം ഈടാക്കിയാണ്. അതിന്റെ നന്ദിയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് എന്ന കാര്യവും ജെയിംസ് പന്തമാക്കൽ പറയുന്നുണ്ട്. ഈ ജെയിംസ് പന്തമാക്കൽ നേരത്തെ ഇവിടെ സ്വതന്ത്രമായ ഒരു മുന്നണി രൂപീകരിച്ച് അവിടെ കോൺഗ്രസിനും LDFനും UDFനും ബദലായി നിന്ന് ഈ ചെലേരി പഞ്ചായത്ത് തന്നെ ഭരിച്ചിരുന്ന ആളാണ്. പിന്നീടാണ് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ DCCയുടെ വൈസ് പ്രസിഡന്റ് പദവി നൽകിയിരുന്നത്. ആ പദവി ഉൾപ്പെടെയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. താൻ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായി തുടരും എന്ന് ജെയിംസ് പന്തമാക്കൽ പറയുന്നുണ്ട്. ഇതിന് DCC പ്രസിഡന്റ് നൽകുന്ന വലിയ ഒരു മറുപടി എന്ന് പറയുന്നത് ഇത് തെളിയിച്ചാൽ തന്റെ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കും, KPCC ഈ വിഷയത്തിൽ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ KPCCയിൽ നിന്ന് ഒരു നിർദ്ദേശവും ഉണ്ടായിട്ടില്ല. നേരത്തെ DCC യോഗം നടക്കുന്ന സമയത്ത് ജെയിംസ് പന്തമാക്കലും മറ്റൊരു കോൺഗ്രസ് നേതാവും തമ്മിലുണ്ടായിരുന്ന വലിയ അടിപിടി വലിയ വാർത്തയായിരുന്നു. അതിന്റെ ദൃശ്യമടക്കം പുറത്തു വന്നിരുന്നു. ഇങ്ങനെ DCC ഓഫീസിനകത്ത് ഒരു കയ്യാങ്കളി ഉണ്ടാവുകയും ആ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തത് ഈ PK ഫൈസൽ DCC പ്രസിഡന്റ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നൊരു ആരോപണവും ജെയിംസ് പന്തമാക്കൽ പറയുന്നത്. തന്നെ പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു
അന്ന് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാക്കുന്നതിന് കാരണമെന്നും ആ സംഭവം ഷൂട്ട് ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പി കെ ഫൈസലാണ് എന്ന ഒരു ആരോപണവും ഈ ജെയിംസ് പന്തമാക്കൽ പറയുന്നത്. എന്നാൽ ജെയിംസിന്റെ എല്ലാ ആരോപണങ്ങളെയും പി കെ ഫൈസൽ തള്ളുകയാണ്. തന്റെ ഈ DCC പ്രസിഡന്റായിരുന്ന ഈ കാലത്ത് കോൺഗ്രസിനകത്ത് ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നും ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നും DCC പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അകത്തുണ്ടായത്. കഴിഞ്ഞ ദിവസം പടന്നയിലെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെച്ചിരുന്നു. അതിന് തൊട്ടു മുൻപ് മഞ്ചേശ്വരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് അടച്ചുപൂട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും തന്റെ വിയോജിപ്പ്